നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്ത് കോലാ പ്രിയേ? ഈ കോലത്തിൽ അച്ഛൻ നിന്നെ കണ്ടാലുണ്ടല്ലോ കുടിക്കാൻ കഞ്ഞി പോലും തരില്ല. അല്ലെങ്കിലും ആർക്ക് വേണം കഞ്ഞി? ഓർഡർ ചെയ്ത ബർഗർ വരില്ലേ? ഞാൻ അത് കഴിച്ചോളാം. അതെ, ഇപ്പൊ ഈ വേഷം കാണുമ്പോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ സിനിമയിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് പ്രിയങ്ക ഒരു സെലിബ്രിറ്റി ആയി മാറുമ്പോ എന്റെ വേഷം, എന്റെ നടത്തം, എന്റെ സംസാരം അതൊക്കെ അനുകരിക്കാൻ ആൾക്കാരുണ്ടാവും മോളെ. മോളെ പ്രിയേ. അയ്യോ അച്ഛൻ, നീ വന്നേ. എന്താ വാ. എന്താ ഇതൊട്ടെ. എന്തിനാ? പെട്ടെന്ന് ചേച്ചി മോളെ. രണ്ടുപേരുണ്ടല്ലോ. മോളെ പ്രിയേ, ഒരു വിശേഷപ്പെട്ട കാര്യം നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി അച്ഛൻ വന്നത്. അമ്പലത്തിൽ നിന്ന് സർവൈശ്വര്യ പൂജ നടക്കല്ലേ, അതിന്റെ കലശം എടുക്കാനുള്ള ചുമതല നിനക്കാ. അയ്യോ അച്ഛാ, ഇങ്ങോട്ട് തർക്കമൊന്നും പറയണ്ട. കൃത്യസമയത്ത് അങ്ങ് ചെന്നാ മതി. ബാക്കിയൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ പ്രഭാകരൻ പറഞ്ഞുതരും. അതങ്ങ് ചെയ്താ മതി. മുത്തശ്ശിയെ ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ നേരെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നേക്കാം. അത് അച്ഛാ. അച്ഛൻ പേടിക്കണ്ട. ഇവളെ റെഡിയാക്കി കൃത്യസമയത്ത് അമ്പലത്തിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ പറഞ്ഞ എനിക്കത് വിശ്വാസ. ഇതാരുടെ ഏർപ്പാടാ ഈ പൂജയ്ക്ക് പോകാൻ എന്നെ തിരഞ്ഞെടുത്തത്? ചേച്ചി അച്ഛനോട് പറഞ്ഞു അല്ലേ? ഞാനൊന്നുമല്ല, അതാ അമ്പല കമ്മിറ്റിക്കാരാ. അയാളെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല പൂജയ്ക്ക് പോവാൻ. ദൈവദോഷം പറയാതെ, ഇതൊരു അനുഗ്രഹമായിട്ടാ കാണേണ്ടേ. ഇയാളല്ലേ ദൈവത്തിന്റെ ആള്? എന്നപ്പോ ചെയ്തോ, എന്നിട്ട് അനുഗ്രഹം വാങ്ങിച്ചോണ്ട് വാ. മോളെ, അങ്ങനെയൊന്നും പറയരുത്. നീ തന്നെ ചെയ്യണം. എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല പറ്റില്ല. കഴിഞ്ഞ 3 മാസമായി ഞാൻ ഒരു ഡയറക്ടറെ കാണാൻ വേണ്ടി നടക്കുക. ഇന്ന് അയാൾ ഓഡീഷന് വേണ്ടി ചെല്ലാൻ പറഞ്ഞ. അതിന് പോവാൻ പറ്റിയില്ലെങ്കിലേ എന്റെ ഭാവിയ വെള്ളത്തിലാവുന്ന. പൂജ മുടങ്ങിയാലും ശരി, ഞാൻ അതിന് പോവും. എന്നോട് പറഞ്ഞതിരിക്കട്ടെ. അച്ഛനോട് എങ്ങാനത് പറഞ്ഞാലുണ്ടല്ലോ അച്ഛൻ കൊന്നുകളയും നിന്നെ. എന്റെ പൊന്നു ചേച്ചിയല്ലേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ചേച്ചി അമ്പലത്തിലേക്ക് പോയി പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ തുടങ്ങി വെച്ചോ. കൃത്യസമയം ആവുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിക്കോളാം. അതൊന്നും ശരിയാവില്ല. ഒരു ശരികേടുമില്ല. ചേച്ചിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദേ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാവിയുടെ പ്രശ്നമാ. ഇതിനു മുൻപും നമ്മൾ പല അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ലേ, അതുപോലെ അങ്ങ് ചെയ്താ മതി. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ചേച്ചിയുടെ സ്വന്തം അല്ലേ, പിന്നെന്താ പേടിക്കാനുള്ള? ഒന്ന് ഹെൽപ്പ് ചെയ്യും. ശരി, നല്ല ചേച്ചി. അപ്പൊ ഓഡീഷനും നടക്കും, പൂജയും നടക്കും. കുട്ടി ഇങ്ങോട്ട് വരൂ. കലശമെടുക്കാനുള്ള മുഹൂർത്തമായി. ആ കുട്ടി ഇനിയും വന്നില്ല എന്ന് വെച്ചാ? അത് തിരുമേനി, അവള് വന്നാലല്ലേ പറ്റൂ. അവള് പൂജ ചെയ്യണമെന്നല്ല അച്ഛൻ പറഞ്ഞത്. ഉടനെ എത്തും. മുഹൂർത്തം കഴിഞ്ഞാൽ പൂജ മുടങ്ങും. ഇനിയിപ്പോ പ്രിയങ്കയെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. പൂജ കുട്ടി തുടരൂ. അല്ല, ഞാൻ ഭഗവാന്റെ മുന്നിലാ നിൽക്കുന്നത്.
ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ്. മനസ്സർപ്പിച്ച് കലശം കയ്യിലെടുത്ത് വലം വെച്ച് വന്ന് അഭിഷേകം ചെയ്യാം. അല്ല തിരുമേനി, ഞാനിങ്ങനെ അല്ല ഞാൻ കൃഷ്ണ. കുട്ടി ചെല്ലു. എന്റെ കൃഷ്ണ ഇവിടെ പൊറുക്കണേ. കുട്ടി വരൂ. ഭഗവാനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. വാങ്ങിച്ചോളൂ. മൂന്ന് വലം വെച്ച് വന്നോളൂ. ഇനി ആ നാളികേരവും മാവിലയും എടുത്ത് പാത്രത്തിലേക്ക് വെച്ചോളൂ. ഇനി ഭഗവാൻ അഭിഷേകം ചെയ്തോളൂ. നിർത്തുക. ദേവനാരായണൻ തിരുമേനിയുടെ മകൾ ഐശ്വര്യപൂജ ചെയ്യണമെന്നല്ലേ പ്രശ്നവിധി? പ്രിയങ്ക എന്ന കുട്ടി പൂജ ചെയ്യുന്നല്ലേ നേരത്തെ പറഞ്ഞത്? ആ കുട്ടി എത്തിയില്ല. പിന്നെ പ്രശ്നവിധിയിൽ ദേവനാരായണൻ തിരുമേനിയുടെ മകളെന്നേയുള്ളൂ. അതിപ്പോ മൂത്ത മകൾക്കും ചെയ്യാലോ. അങ്ങെന്തിനാണ് തടസ്സം നിൽക്കുന്നത്? കുട്ടി തുടരൂ. ഭഗവാന്റെ തിരുനടയിൽ അനർത്ഥങ്ങളൊന്നും നടന്നോടെന്നാണല്ലോ പ്രസിഡന്റ്. ഈ നിൽക്കുന്ന കുട്ടി ദേവനാരായണൻ തിരുമേനിയുടെ മകളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്ത് അനാവശ്യമാണ് നിങ്ങൾ പറയുന്നത്? അനാവശ്യമല്ല, പരമമായ സത്യം. എന്നാ എല്ലാവരും കേട്ടോളൂ, ഈ നിൽക്കുന്നവൾ ദേവനാരായണൻ തിരുമേനിയുടെ മകളല്ല. ഇവൾ അനാഥയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.